സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. This morning I would like to talk to you about the topic sealed with the Holy Spirit. നമ്മൾ പ്രത്യേകിച്ച് സീൽ എന്ന് പറയുമ്പോൾ, സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന പല കാര്യങ്ങളുമുണ്ട്. When we hear the word seal, few things run into our mind. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ അല്പസമയം ഈ പോസ്റ്റ് ഓഫീസിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. This morning I desire to transport you into a post office. നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു ലെറ്റർ അയക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, Imagine you want to send a letter to this post office. നമ്മൾ ആദ്യമായിട്ട് ആ ലെറ്റർ എഴുതിയിട്ട് അത് എൻവലപ്പിൽ ഇട്ടിട്ട് പിന്നെ സ്റ്റാമ്പ് ഒട്ടിച്ചാണ് കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസിൽ അയച്ചു കൊടുക്കുന്നത്. So we start with writing the letter, put into an envelope and we bring it to the post office. ആ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പോസ്റ്റ് ഓഫീസിലുള്ളതായ ക്ലർക്ക് അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് അതിന് പുറത്ത് ഒരു സ്റ്റാമ്പ് അടിക്കാറുണ്ട്. ആ സ്റ്റാമ്പ് എന്തിനെയാണ് ബോധിപ്പിക്കുന്നത്? So when you take this to the post office, there's a clerk who sits over there and puts a seal on the stamp. ആ സ്റ്റാമ്പ് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ എഴുതിയതായ വ്യക്തി ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് പോലെ പറഞ്ഞിരിക്കുന്നത് പോലെ കറക്റ്റായിട്ടുള്ളതായ സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ സ്റ്റാമ്പ് ചെയ്യുകയാണ്. And what that signifies, the seal, is that here is a person who is compliant with the government rules and they have paid whatever it is and we are approving this. അപ്പോൾ ഇതിന് പുറകിൽ പൈസ കൊടുത്തത് അവർ അപ്രൂവ് ചെയ്യാൻ. And what it signifies is there is a payment made and they approve that. അത് മാത്രമല്ല, ഇത് ആ സമയം തൊട്ട് പിന്നെ അതിൻ്റെതായ ഉത്തരവാദിത്വം അത് എവിടെയായിട്ടാണോ അഡ്രസ്സ് ചെയ്തേക്കുന്നത് ആ അഡ്രസ്സ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത് വരെയും അതിൻ്റെ മൊത്തമുള്ളതായ ഉത്തരവാദിത്വം പോസ്റ്റ് ഓഫീസിനുള്ളതാണ്. And what it also signifies, the post office takes complete responsibility from there on till it is delivered to the address it was to. ആ ലെറ്റർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ളതായ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ളൂ. സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തപാൽ അതായത് USPSലേക്ക് കടന്നു ചെന്നാൽ പിന്നെ അത് അവിടെ കടന്നു ചെല്ലുന്നവരെയും അത് ഏത് വ്യക്തിക്കാണോ അയച്ചിരിക്കുന്നത് അവിടെ ചെല്ലുന്നത് വരെയും ഉത്തരവാദിത്വം പോസ്റ്റ് ഓഫീസിനാണ്. So our responsibility ends the moment it is sealed, because from there on it is the USPS responsibility entirely. ഇതിനിടയിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കൃത്രിമം കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ അപകരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അതിന് തക്കതായിട്ടുള്ളതായ ശിക്ഷ ഫെഡറൽ ഗവൺമെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. And in between this till is delivered, if anyone misplaces anything, the government decides a punishment for it. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോൾ ഈവൻ ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നതായ ഒരു നിലവാരം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Now it is even possible that someone could be imprisoned if you mishandle that. അപ്പോൾ ഞാൻ ഇവിടെ ഈ കാര്യം പറഞ്ഞതുപോലെയാണ് നമ്മെ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ മുദ്ര ചെയ്തിരിക്കുകയാണ്. And in a similar way the Spirit of God has put a seal upon us. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിച്ചത്? തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെതായ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. We read, and you were also included in Christ when you heard the message of truth, the gospel of your salvation. You believed, you were marked in him with the seal, the promised Holy Spirit. ആമേൻ. അപ്പോൾ ഇവിടുത്തെ മുദ്ര എന്നത് ചോദിച്ചാൽ ഹല്ലേലൂയ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം. ഹല്ലേലൂയ, പ്ലീസ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ആമേൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ സംഗതി എന്ന് ചോദിച്ചാൽ the seal is the Holy Spirit. ആമേൻ. അതായത് ഹോളി സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഇവിടെ മുദ്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. First thing we see is that it is the Holy Spirit that is the seal. ആമേൻ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. In 2 Corinthians chapter 1 verse 21 and 22 we read this. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. Now it is God who makes both us you stand firm in Christ. He anointed us, set a seal of ownership on us, and put his spirit in our hearts as deposit,
guaranteeing what is to come. ആമേൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നെയും നിങ്ങളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം അംഗീകരിച്ചു കഴിയുന്നതായ വേളയിൽ നമ്മെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മാത്രയിൽ ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മെ മുദ്രയിടുകയാണ്. What when we accept Christ, the Spirit, God puts a seal upon us. ആമേൻ. ഇവിടെ നമുക്ക് പിന്നെയും കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് എഫേസ്യ ലേഖനത്തിൻ്റെതായ വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എഫേഷ്യൻ ചാപ്റ്റർ 1:13 അവിടെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു വിധത്തിലും നമ്മൾ ദുഃഖിപ്പിക്കുവാൻ പാടില്ല എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. What we read here is in no way should you grieve the Holy Spirit. ആമേൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം ദൈവത്തിന് ഉള്ളവരാണ്, നാം ദൈവത്തിൻ്റെതായ വകയാണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിനൊരു ഉത്തരവാദിത്തമുണ്ട്. Because you and I belong to God, the Holy Spirit has a responsibility on us. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അതായത് ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും വിധത്തിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതായ നിലയിൽ ഒന്നും നാം ചെയ്യാൻ പാടില്ല. We must not do anything that grieves the Holy Spirit or alienates us from them. ആമേൻ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ദ സീലർ ഈസ് ഗോഡ്. ആരാണ് നമ്മെ സീൽ ചെയ്യുന്നത്? The next we will look at who puts the seal upon us. ആമേൻ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന വാക്യം ഒന്ന് വായിക്കാമോ? 2 ആമേൻ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് അവൻ ദൈവമാണ് നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. Now we read in 2 Corinthians chapter 5:5, it is God who puts the seal on us. അപ്പോൾ എൻ്റെ ദൈവം നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. God has used the Holy Spirit to seal each one of us. ആമേൻ. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക്, ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുന്നതായ ഒരു വാഗ്ദത്തമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. The Holy Spirit is a promise given to each one who believes and trusts God. ഞാൻ നേരത്തെ കത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ Earlier I spoke about a letter. ആമേൻ. ഹല്ലേലൂയ. ആ കത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതിനെ സ്റ്റാമ്പ് ചെയ്യുന്നത് പോലെ, അവനെ മുദ്രയിട്ട് സൂക്ഷിക്കുന്നത് പോലെ, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും കർത്താവ് ഈ നാശലോകത്തിൽ, ഈ പാപലോകത്തിൽ അവൻ യഹോവയായി ദൈവം നമ്മെ അവൻ സൂക്ഷിച്ച് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. Just like a letter, the post office takes responsibility once it's stamped and sealed. God takes a responsibility to protect each one of us in this dangerous world. ആമേൻ. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അങ്ങനെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകേണ്ടതിനായി തൻ്റെ പുത്രനെ അതായത് മുദ്ര ചെയ്തത് നമുക്ക് കാണുവാൻ തക്കവിടം കഴിയും. We see in a similar way that God puts a seal upon his son when he was on this earth. അത് എപ്പോഴാണെന്ന് അറിയാമോ? When did that happen? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കർത്താവ് ആമേൻ യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് സ്നാനപ്പെടുകയാണ്. When Jesus comes to John the Baptist and is baptized. ആമേൻ. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതായ നിലയിലേക്കും ഒന്നും പോകേണ്ടതായ ആവശ്യമില്ല. കർത്താവ് ഇതെല്ലാം സർവ്വനീതിയും സർവ്വവും ഇങ്ങനെ നടക്കേണ്ടത് കൊണ്ട് നടത്തിയതാണ്. Now Jesus didn't need to be baptized, but he was fulfilling what was written. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ ആ യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ അവൻ സ്നാനപ്പെടുത്തിയതിനു ശേഷം അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഹല്ലേലൂയ ആ സീലിംഗ് അല്ലെങ്കിൽ ആ സീലിൻ്റെതായ ശബ്ദം അവിടെ മുടങ്ങുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. But we read when he was baptized, as he came out of the water, there was a sound from heaven and the seal. അത് എങ്ങനെയായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുന്നതായ മുദ്രയാണ് നമുക്ക് അവിടെ
നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. This is the seal we hear. This is my beloved son. Listen to him. അവൻ ദൈവജനമേ, ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നു ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയ മക്കളാണ്. When we come to our presence, here's God saying, you and I are beloved to him. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന ഏത് വ്യക്തിയും ഹല്ലേലൂയ കൽപ്പനയെ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രിയ മകനും മകളുമായിട്ട് മാറുകയാണ്. Everyone who obeys the commandments becomes a dear son and a dear daughter to God. ഇന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവ കൽപ്പന കേൾക്കുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രിയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ സ്നേഹത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. If we ignore that commandments, we are ignoring the love of God. ദൈവ സ്നേഹം എന്ന് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നാം ദോഷികളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ എന്നെ തേടി ഹല്ലേലൂയ ദൈവ സ്നേഹം കടന്നു വന്നിട്ട് കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവിനെ യാഗമാക്കിയതാണ് ദൈവസ്നേഹം. This is the love of God, that while we were yet sinners, he came searching for us and he became a sacrifice on the cross. അവൻ അടുത്തതായ അതായത് സ്ലൈഡിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് അങ്ങനെ മുദ്രയിടപ്പെട്ടതായ വ്യക്തികളാണ് വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നതായി നാം ഓരോരുത്തരും. The third we will learn, it is those who are sealed that are believers. അവർ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെതായ വചനം കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ കൃപയാൽ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല ദൈവവചനം കേട്ടിട്ട് അത് ചെയ്യുന്നവരായി തീരുവാൻ നാം എപ്പോഴും ഉത്സുകരായിരിക്കണം. We must be always excited not to be listeners but doers of the word of God. ആമേൻ, ഹല്ലേലൂയ. മുദ്രയേറ്റതായ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ദൈവവചനം ആമേൻ ഏറ്റെടുത്തതായ പ്രിയപ്പെട്ടവർ എല്ലാവരും ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ആശ്രയിച്ച് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. Those who accepted the word of God are those who trust God and have submitted to his will. ആമേൻ. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതായ ദൈവത്തിന്റെ കൃപ എന്ന് പറയപ്പെടുന്നത് ദൈവത്തിന്റെ ദാനമാണ്. The grace that we have received is a gift from God. ആമേൻ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to Galatians chapter 4 verse 6, ആമേൻ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് വായിക്കാമോ? നിങ്ങൾ മക്കളാകുകൊണ്ട് ആ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ആമേൻ. നാം മക്കളാകൊണ്ട് ഹല്ലേലൂയ നാം മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നതായ ആത്മാവിൻ്റെതായ അച്ചാരം, ആത്മാവിൻ്റെതായ മുദ്രണം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. because we are sons, God has given us the privilege to call him Abba Father, and that is the seal he's put on us. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവജനമേ, Those who pray and are listening to the word of God today, ഹല്ലേലൂയ ഇന്ന് പൽക്കാലം അടുത്തതായ സ്ലൈഡിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ the significance of the sealing, ഹല്ലേലൂയ ഈ മുദ്രയുടേതായ പ്രാധാന്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. as we move forward, I desire to talk to you about the significance of sealing. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നുള്ളതാണ് ഈ മുദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The first benefit is the security because of the sealing. ആമേൻ. ഹല്ലേലൂയ. ഈ മുദ്രയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെതായ മക്കളായിരിക്കുമ്പോൾ ഓർക്കണം, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട്. The first thing, remember, the seal has a significant meaning because God's seal and protection is upon us. ആമേൻ. നമുക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. If you turn to our Old Testament, there are a few illustrations. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, അത് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഞാൻ ദാനിയേലിനെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. The other day I spoke to you about Daniel. ആമേൻ. ദാനിയേല് ആമേൻ രാജാവിൻ്റെതായ കൽപ്പന
അനുസരിച്ച് രാജാവിനോട് പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് അവൻ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കുഴിയിൽ ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. We see Daniel disobeyed the king's rule and he was thrown into the lion's den. അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടേക്ക് നമുക്ക് കടന്നു പോകേണ്ടതായ ആവശ്യമില്ല. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടിട്ട്, ഗുഹയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെതായ ആ വാതില് മുദ്രയിട്ട് പൂട്ടി എന്നാണ് വായിക്കുന്നത്. We read that he was thrown into the den and the door was sealed. ആമേൻ. എന്താണ് ആ മുദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? What did that seal signify? ആമേൻ. രാജാവ് അവിടെ മുദ്രയിട്ടത് ഇനി ആർക്കും ആ മുദ്ര പൊട്ടിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. The king's seal means no one else can break it. ആമേൻ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ആ കർത്താവിൻ്റെതായ ശരീരവും ഹല്ലേലൂയ കല്ലറയിൽ കൊണ്ടുവച്ചിട്ട് അതിനെ മുദ്രയിട്ട് അതിനെ സൂക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We also know when Jesus was buried in the tomb, they put a stone and sealed it. ആമേൻ. ഞാനിവിടെ ഈ കാര്യം പറയുന്നതായ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയപ്പെടുന്നതായ മുദ്ര എന്ന് പറയപ്പെടുന്നത് സുരക്ഷയാണ് കാണിക്കുന്നത്. The seal signifies the security. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുമ്പോൾ ഒരു ശക്തിക്കും ഈ മുദ്രയെ പൊട്ടിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. If God has put the seal of Holy Spirit upon you, no power can break it. ആമേൻ. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ സേഫ് ആണ്, നാം പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു വിധത്തിലും ഒരു തരത്തിലും ഒരു ബാധയും കൂടാതെ വണ്ണം അടുക്കാതെ വണ്ണം സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. We are safe in the arms of God, that no power will prevail against you. ആമേൻ. സിസ്റ്റർ ഡെബറ ഓർമ്മിപ്പിച്ചതുപോലെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഹല്ലേലൂയ, ഡോണ്ട് വറി, ഡോണ്ട് ബി അഫ്രെയ്ഡ് എന്ന് പറയുവാൻ തക്കവണ്ണം, അതായത് ആ ഒരു വാക്ക് ദൈവമായ കർത്താവ് നമ്മോട് ആവർത്തിച്ച് പറയുന്നതാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. As we heard from Sister Deborah, this is the word we hear from God. Do not be afraid, I will be with you. ആമേൻ. നാം കർത്താവിൻ്റെതായ ആ സുരക്ഷയ്ക്കുള്ളിലാണെങ്കിൽ, If we are in the protection of God, ആമേൻ, നാം കർത്താവിൻ്റെതായ ഈ സുരക്ഷയുടെ മുദ്രയ്ക്കുള്ളിലാണെങ്കിൽ, if we are in the seal of protection of God, ആമേൻ, നമ്മൾ ഒരു കാര്യം നിശ്ചയമാണ്, ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. one thing is guaranteed, that you and I are safe. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can believe that? ആമേൻ. നാം അതായത് 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അത്യുന്നതമായ മറവിൽ സർവശക്തന്റെതായ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് കുറിച്ചുള്ളതായ സുരക്ഷിതത്വമാണ് നമുക്കതിന് പുറകെ ഒന്നിനു പുറകെ ഒന്നായി വായിക്കുവാൻ കഴിയുന്നത്. As we read in Psalm 91, who dwells in the shelter of the Most High, who lives under the shadow of the Almighty. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇതിനകത്ത് നിൽക്കുന്നവരെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. God knows who is living in the shelter. ഈ ലോകത്തിൽ എത്ര മില്യൺ ഉണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, അതിനിടയിൽ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായ അവൻ ഏത് വ്യക്തിയെ ആണെങ്കിലും അവന് പേര് പറഞ്ഞ് അറിഞ്ഞ് അവനെ തിരിച്ചറിഞ്ഞ് അവന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. Our God is able, even if there are millions, to identify the few who call upon his name, and he will call them by name and tend to their needs. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളതായ കാര്യമാണ്, എത്രയോ കോടി കണക്കിനാണ് ജനങ്ങൾ ഈ ലോകത്തിലുള്ളത്. I often think how many billions and millions of people are on this earth. എന്നാൽ എല്ലാവരുടെയും ഹല്ലേലൂയ യാചനകൾ, പ്രാർത്ഥനകൾ, അവസ്ഥകൾ, ആവശ്യങ്ങൾ, ഹല്ലേലൂയ, കളക്റ്റീവ്ലി അല്ല, ഇൻഡിവിജ്വലി ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവൻ അടുത്തറിഞ്ഞ് അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. A God who knows you by name, who understands you, hears your cry, not as a collective but personally, each of you that he knows. ദൈവജനമേ, ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഇതായിരിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ സുരക്ഷിതനാണ്. Let us know this today, because we are sealed by the Holy Spirit.
we are safe. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൽ പലവിധത്തിലുള്ളതായ ശക്തികൾ കണ്ടേക്കാം നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന അനേക ശക്തികൾ ഉണ്ടാകാം. There may be many forces that terrify you and tries to separate you from God. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഉള്ളിലെ ബോധം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ്. But you and I need to have this awareness that we are protected by God. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിനുള്ളതാണ്. The second thing we know is that He owns us. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എന്നെ കുറിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, മോനെ മോളെ നീ എനിക്കുള്ളവനാണ്. God looks at you and I and say, son, daughter, you belong to me. ആമേൻ. ഹല്ലേലൂയ. എന്നെ നോക്കിയിട്ട് നിങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ് എന്ന് പറയുന്നതായ ദൈവസാന്നിധ്യം. God's presence that looks at you and say, you are my son, you are my daughter. പഴയ നിയമത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പലപ്പോഴും ദൈവത്തെ സംബോധന ചെയ്യുന്നത് അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംബോധന ചെയ്യാറുള്ളത്. When we look to the Old Testament, God is referred to as God of Abraham, or God of Isaac, or God of Jacob. അവൻ നമ്മുടെ പിതാവായ ദൈവം ഹല്ലേലൂയ പ്രത്യേകിച്ച് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തുന്നതായ സമയത്ത് ഇങ്ങനെ തന്നെയാണ് വെളിപ്പെടുത്തിയത്. And even to Moses he was revealed as the God of the armies. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അവൻ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിന്റെ ദൈവമെന്നല്ല, ഇസ്ഹാക്കിന്റെ ദൈവമെന്നല്ല, യാക്കോബിന്റെ ദൈവമെന്നല്ല, ആമേൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു പുതിയ ഹല്ലേലൂയ ഒരു ഡയറക്ഷൻ ദൈവമായ കർത്താവ് തുറന്നു നൽകുകയായിരുന്നു. In the New Testament, when Jesus trains and teaches his disciples, he is not teaching them as God of Abraham, but he teaches them our Father in heaven and sets a new direction. ദൈവജനമേ, ഞാനും നിങ്ങളും നമ്മുടെ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. You and I are family of God. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവ കുടുംബത്തിലെ നമ്മുടെ കർത്താവായ ഹല്ലേലൂയ നമ്മുടെ ആമേൻ ഹല്ലേലൂയ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പരസ്പരം ഹല്ലേലൂയ ആമേൻ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുവാൻ, സ്നേഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഒരു പ്രത്യേക ഓപ്പർച്യൂണിറ്റി, അവസരമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. May we not forget that God has given us this opportunity, that we are family and that we belong to him. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കവണ്ണം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 22 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 Corinthians chapter 1 verse 21-22. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. Now it is God who makes both us and you stand firm in Christ. He anointed us, set a seal of ownership on us, and put his spirit in our hearts as a deposit. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവ് നമ്മുടെ ഹല്ലേലൂയ ഉടമസ്ഥ അവകാശം നമ്മുടെ ജീവിതത്തിൽ തന്നു കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഹല്ലേലൂയ ഞങ്ങൾ ഒരിക്കലും ഒരു വിധത്തിലും അനാഥരെന്ന് പറയുവാനേ പാടില്ല. We are no longer orphans because we belong to God. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ അനാഥനെന്ന് അവൻ പലപ്പോഴും സാത്താനാണ് ഹല്ലേലൂയ ആ ചിന്ത കൊണ്ടുവരുന്നത്. It is often this evil one that brings the thought that we are orphaned. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്ക് എൻ്റെ ദൈവം അല്ലാതെ മറ്റാരുമില്ല എന്ന്. Sometimes we say this, I have no one but God. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard this? എനിക്ക് എൻ്റെ ദൈവം അല്ലാതെ മറ്റാരും, ഇതിൽ കൂടുതൽ ആരാ വേണ്ടേ? We say that we have no one but God, but do we need anyone else? അവൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ആണോ?
If God is with us, do we need more? അവൻ ദൈവമുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ളതാ. If God is with us, it means everything is പക്ഷെ there. ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതായ ആ വിശ്വാസവും ദൈവത്തെ അകറ്റാത്തതായ നിലയിലുള്ളതായ ജീവിത മാർഗവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We must have a life that does not separate us from God. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ ആ ഓണർഷിപ്പ് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നത് ഓർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. May we praise God because God has taken the ownership of us. ആ മൂന്നാമത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ, അത് സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അധികാരത്തെയാണ് കാണിക്കുന്നത്. The third of the seal is the authority. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് കഴിയുമ്പോൾ നമുക്ക് ദൈവമായ കർത്താവ് ഒരു അധികാരം കൂടെ തരികയാണ്. When God puts a seal upon us, He gives us an authority. ആമേൻ. ഹല്ലേലൂയ. ആ അധികാരം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മൾ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലേക്കും കടന്നു വരുമ്പോൾ മനസ്സിലാകുവാൻ കഴിയുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവ മക്കൾക്ക് ഹല്ലേലൂയ പ്രത്യേക അധികാരം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. When we turn our Bibles, we see that God gives us a special authority. ആമേൻ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവം ഹല്ലേലൂയ അവൻ തെരഞ്ഞെടുക്കുന്നവർക്ക് അധികാരവും കൊടുക്കും. When God calls us apart, He gives the authority too. പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തിയെ നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവിടം കഴിയും. When we turn to Old Testament, we see those who were called by God. ആമേൻ. ആമേൻ. ആ ഫറവോനെ, ആമേൻ, ഫറവോന്റേതായ കൊട്ടാരത്തിൽ അധികാരിയായി തീർന്നതായ യോസേപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We read about Pharaoh who was in Joseph in Pharaoh's palace. ആമേൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെതായ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി യോസേപ്പിന്റെ കൈക്കിട്ടു, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണ്ണ സരപ്പിളയും അവന്റെ കഴുത്തിലിട്ടു എന്ന് പറഞ്ഞാൽ അവനെ അധികാരമുള്ളവനാക്കി മാറ്റി. We read that Pharaoh took the ring and put it on Joseph. He robed him, and what that means is he gave the authority to Joseph. അതുപോലെ തന്നെ അധികാരമുള്ളതാക്കി മാറ്റിയതായ അവൻ മറ്റൊരു വ്യക്തിയെ നമുക്ക് എസ്തറിന്റെ പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. When we turn to the book of Esther, we see another person who was അത് മറ്റാരുമല്ല, മൊർദെഖായി ആയിരുന്നു. We read about Mordecai. മൊർദെഖായിക്കും ഇതുപോലെ തന്നെ രാജാവ് ഹല്ലേലൂയ അധികാരം കൊടുത്തു നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We see similarly the king giving the authority to him. എന്നാൽ ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, When we turn to New Testament, നാം ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ്, സ്ഥാനാപതികളാണ്. ദൈവമായ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. we see that we have been called as the ambassadors of Christ. യേശുവിന്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. God has given us the power that when we take His name, the spirits will flee from us. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല, ഞാൻ പെട്ടെന്ന് പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലിനെ തുറക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. God has given us the authority to cast away evil spirits, to heal the sick and open closed doors. ആമേൻ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ആമേൻ, ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ ഒരു സാദൃശ്യം അല്ലെങ്കിൽ ലൈക്നെസ് ഹല്ലേലൂയ ഈ ആമേൻ മുദ്രയിട്ട പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ്. The last thing we see is the likeness that God has done through the seal. ആമേൻ. ഹല്ലേലൂയ. ഈ മുദ്രയിടുന്നതായ സ്റ്റാമ്പ്, ആ സ്റ്റാമ്പിലുള്ളതാണ് ആ പേപ്പറിലോ അല്ലെങ്കിൽ ആ ഓബ്ജക്റ്റിൽ പതിയപ്പെടുന്നത്. When the stamping is done, it is on the stamp that also is transferred to this letter. ആമേൻ. ആ സ്റ്റാമ്പിന്റെ ലൈക്നെസ്, സ്റ്റാമ്പിൻ്റെതായ ഇമേജ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ ഓബ്ജക്റ്റിൽ അല്ലെങ്കിൽ പേപ്പറിൽ അല്ലെങ്കിൽ പ്രതലത്തിൽ ആമേൻ അത് പതിയപ്പെടുന്നത്. What
whatever is the sign on the stamp, the same is transferred to the letter. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും നിങ്ങളെയും സ്റ്റാമ്പ് ചെയ്യുമ്പോൾ When God stamps us in His name, നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതായ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുവിൻ്റെതായ ഇമേജിലേക്കാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത്. we have been stamped unto the likeness of Jesus. അവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം സ്റ്റാമ്പ് ചെയ്യപ്പെടുമ്പോൾ ഹല്ലേലൂയ എന്നിലെയും നിങ്ങളുടെയും സ്വഭാവം എന്ന് പറയുന്നത് ജഡത്തിന്റെ സ്വഭാവമല്ല, ആത്മാവിൻ്റെതായ ഫലവും സ്വഭാവവുമായിട്ട് മാറുകയാണ്. Oh, when He stamps us, we do not display the carnal but the spirit behaviors. അവർ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ നമ്മെ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഹല്ലേലൂയ ആ ലൈക്ക്നെസ് അല്ലെങ്കിൽ സാദൃശ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. May we praise God because He has given the likeness to the sealing on us. ആമേൻ. ഈ മുദ്രയിടപ്പെട്ടതായ ജനം ഒരു ദിവസം ഹല്ലേലൂയ എല്ലാവരും ഒരു ദിവസം ആമേൻ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെല്ലാവരും ഹല്ലേലൂയ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ളത് ദൈവമായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. We have been given this promise, when the trumpet sound, we will be taken into the mid heavens. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടതായി ദൈവമേ നാം ഒരു നാൾ ഹല്ലേലൂയ ആമേൻ നമ്മുടേതായ കർത്താവിനോട് ചേർന്ന് നമ്മുടെ നിത്യമായ യുഗം നമ്മുടെ ദൈവത്തോട് നമ്മൾ ചെലവഴിക്കാൻ പോകുന്നവരാണ്. Those who are sealed, remember this: one day He will take us to Him and we will dwell with Him in eternity. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ശക്തിപ്പെട്ട സുരക്ഷിതരായി നിത്യതയോളം പോകുന്നത് വരെയും ആമേൻ ദൈവത്തെ പ്രസാദപ്പെടുത്തി ജീവിപ്പാൻ നാം വെമ്പൽ കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹമായി മാറേണ്ടത്. Let us have this desire that till He takes us, that we will be with Him in that likeness that He wants us to be. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ മുദ്രയിടപ്പെട്ടിട്ടില്ല എന്ന് ആർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവേ ആത്മാവിൻ്റെതായ മുദ്ര ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തലമുറയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതലായി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. If anyone feels that you are not yet been sealed, your generations are not, may we pray to God that we want that seal. ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കേൾക്കപ്പെട്ടതായ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ